ഒരു മനുഷ്യന്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മിനിറ്റില് 800 വേർഡ്സ് വരെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ നോർമലി എങ്ങനെയാ നമ്മൾ പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 100 തൊട്ട് 150 വേർഡ് വരെ ആകുമ്പോഴേക്കും നമ്മള് മടുക്കും. നമ്മുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലേക്കും തിരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ മറ്റു വഴികളിലേക്ക് നമ്മുടെ ചിന്തകൾ പോയി പോണത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചത് മറന്നു പോവാതിരിക്കാൻ. ഈ ഒരു 800 കപ്പാസിറ്റി വരെ ഉണ്ടായിട്ടും ഒരു 150 വേർഡ്സ് ആകുമ്പോഴേക്കും നമ്മൾ മറന്നു പോവാണ്, പിന്നീട് ആലോചിക്കുമ്പോൾ കിട്ടണില്ല. അപ്പൊ പഠിച്ചത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള 5 ടിപ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ടിപ്പായിരുന്നു മേക്ക് എ ഷോർട്ട് നോട്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിയിൽ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നു, എങ്ങനെയാണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതൊന്ന് കാണിച്ചിരുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്കൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ. നോർമലി 3 മെത്തേഡ്സ് ആണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക. അതിന് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ മെത്തേഡ് ആണ്. ഔട്ട്ലൈൻ മെത്തേഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അത് ടോട്ടല് ആ ഒരു സബ്ജക്റ്റില് അല്ലെങ്കിൽ ആ ഒരു പോർഷനിലുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ഹെഡിങ് സബ് ഹെഡിങ് എന്ന രീതിയിൽ ഇങ്ങനെ എഴുതി പോകുക എന്നുള്ളതാണ് ഔട്ട്ലൈൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് മെത്തേഡാണ്. മൈൻഡ് മാപ്പിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഒന്നോട് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മൈൻഡ് മാപ്പിംഗ് മെത്തേഡ്. പിന്നെ മൂന്നാമത് വരുന്നതാണ് സമ്മറി മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുള്ളും അല്ലെങ്കിൽ എഴുതാൻ എളുപ്പവും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഹിന്റ് രൂപേണ നിങ്ങൾക്ക് കിട്ടാനും എളുപ്പം എപ്പോഴും സമ്മറി മെത്തേഡാണ്. അപ്പൊ ഞാൻ സമ്മറി മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പൊ നമ്മൾ സമ്മറി മെത്തേഡിനെ കുറിച്ചാണ് പറയണത്. സമ്മറി മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം ഒരു 10 ചാപ്റ്റർ ഒക്കെ ഉള്ള ഒരു സബ്ജക്ട്, ഇപ്പൊ കെമിസ്ട്രി ഒരു 10 ചാപ്റ്റർ ആണെങ്കിൽ ഈ 10 ചാപ്റ്ററിനെയും കൂടെ നമുക്ക് വെറും ഒരു 10 A4 ഷീറ്റിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് മെയിൻ ആയിട്ട്. അങ്ങനെയാണല്ലോ ഷോർട്ട് നോട്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവസാന നിമിഷം ഇപ്പൊ എക്സാമിന് 2-3 ദിവസം മുമ്പ് നിങ്ങൾ എടുത്തു നോക്കുന്ന നോട്ടായിരിക്കും. അപ്പൊ അത് മാക്സിമം എങ്ങനെ ഷോർട്ട് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഇതെങ്ങനെ ഒരു ഫുൾ സൈസ് A4 ഷീറ്റ് എടുത്തിട്ട് ഇതിനെ ഇതുപോലെ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു രൂപേണയാണ് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിൽ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ ജസ്റ്റ് ഡേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഡേറ്റ് നിങ്ങൾ ആ എഴുതുന്ന ദിവസത്തെ ഡേറ്റ് എന്താണെന്നുള്ള എഴുതി വെക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി കണക്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോൾ ഇന്ന ദിവസം എന്തായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോനെ കുറിച്ച് പറഞ്ഞു, ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ. അപ്പൊ നിങ്ങളിപ്പോ എന്തെങ്കിലും നിങ്ങളുടെ ഒരു കസിന്റെ വെഡിങ്ങിന്റെ പരിപാടി കഴിഞ്ഞ് ഈവനിങ് ആണ് നിങ്ങൾ ആ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ആ ഡേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ ദിവസം ഇന്ന സ്ഥലത്ത് ഇരുന്നാണ് ഞാനത് എഴുതിയത്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അപ്പം എപ്പോഴും നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എഴുതുന്ന ദിവസത്തെ ഡേറ്റ് ഫസ്റ്റ് കൊടുക്കുക, ഏതാണോ ഡേറ്റ് അത് കൊടുക്കുക. പിന്നെ രണ്ടാമത് നിങ്ങൾ ആ ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്താണോ ചാപ്റ്ററിന്റെ ഹെഡിങ് അത് കൊടുക്കുക. ഈ രീതിയിലാണ് ഫസ്റ്റ് നമ്മൾ ഈ പേപ്പറിൽ എഴുതേണ്ടത്. പിന്നെന്താ എഴുതേണ്ടത്? മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. ഇപ്പം ഒരു ചാപ്റ്ററിൽ ഒരു ഫുൾ ലെങ്തി ചാപ്റ്റർ ആണെങ്കിൽ അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ന പോർഷൻസിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇപ്പൊ എക്സാമിന് ഏതാണ് ഇമ്പോർട്ടന്റ് വരിക നമുക്ക് മുൻകൂട്ടി ഗസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നോർമലി നിങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ഈ ഒരു പ്രാവശ്യത്തെ എക്സാമിന് ഇന്ന ക്വസ്റ്റ്യൻ വരുന്ന എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഗൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഇമ്പോർട്ടന്റ് പാർട്ട് ഇതാണ് വരുന്നത് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ല നിങ്ങൾ ടീച്ചേഴ്സ് പറയും ഇത് നോട്ട് ചെയ്തോളൂ കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു പോർഷനിൽ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അതിന്റെ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് വിശദീകരിച്ച് എഴുതാതെ പോയിന്റ് വൈസ്, ചില പോർഷൻസിൽ പോയിന്റ് വൈസ് ആയിരിക്കും ആൻസേഴ്സ് ഉണ്ടാവുക. അപ്പൊ അത് പോയിന്റ് വൈസ് കൊടുക്കുക. അപ്പൊ ഇതിനൊക്കെ മുമ്പായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ടോട്ടൽ സമ്മറി നിങ്ങൾക്ക് ഓർമ്മ വേണം. എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ ഇന്ന പോയിന്റിൽ ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആ ഒരു ഹിന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഡെഫിനിഷൻ ഒക്കെ ഉണ്ടാവും. ചില ഡെഫിനിഷനുകൾ അതുപോലെ തന്നെ എഴുതേണ്ടി വരും. അതിൽ നമുക്ക് നമ്മുടേതായ രീതികളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഡെഫിനിഷൻ ചെയ്യാൻ പറ്റും. ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് എന്താണോ സബ്ജക്റ്റിൽ പറഞ്ഞിട്ടുള്ള ആ രീതി തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ ഡെഫിനിഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബോക്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒരു ബോക്സിൽ ആ ഒരു ഡെഫിനിഷൻ അതുപോലെ തന്നെ എഴുതുക. മാത്സിന്റെ ഒക്കെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ് ഇതിന്റെ ഒക്കെ ഭാഗങ്ങളാണ് വരണമെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് ഒക്കെ ഒരു ചെറിയ ബോക്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ലൈക്ക് നമുക്ക് കൂടുതലായിട്ട് റെഡ്, ബ്ലൂ,
അതേപോലെ തന്നെ ഗ്രീൻ. ഈ 3 കളേഴ്സ് നിങ്ങൾ കൂടുതലായിട്ട് ഷോർട്ട് നോട്ടിൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് കൊടുക്കാം, സെക്കൻഡ് വണ്ണിന് ഗ്രീൻ കൊടുക്കാം, പിന്നെ ബ്ലൂ കളർ കൊടുക്കുക. ഈ രീതിയിൽ കളേഴ്സ് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എക്സാമിന്റെ ടൈമിൽ പെട്ടെന്ന് റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഇന്ന ഭാഗത്ത് റെഡ് കളറിൽ മാർക്ക് ചെയ്ത കാര്യമായിരുന്നു ഇത് എന്നുള്ളത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. അതാണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ എല്ലാത്തിനും എൻഡിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സമ്മറി കൊടുക്കാം. സമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ടോട്ടൽ ആ ഒരു ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു സമ്മറി ആയിട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് മാക്സിമം ഷോർട്ട് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു A4 ഷീറ്റിൽ നിങ്ങളുടെ ഒരു ഫുൾ ചാപ്റ്റർ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഈ രീതിയിൽ നിങ്ങൾ ഇനി മുതലൊന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിക്കും എക്സാമിന്റെ ആ ഒരു ടൈം ഒക്കെ ആകുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്കൊരു ഫുൾ ടെസ്റ്റ് വായിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു 10 ചാപ്റ്റർ വായിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ജസ്റ്റ് 10 A4 ഷീറ്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എക്സാമിനൊക്കെ പോകുമ്പോൾ കൂളായിട്ട് പോവുക. ഈ പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ബി കൈൻഡ് ഓഫ് യു, എവറിത്തിങ് വിൽ ബി ഫൈൻ. താങ്ക് യു.